അങ്ങനെ നെടുമ്പാശ്ശേരി ഡൊമസ്റ്റിക് ടെർമിനലിലെ എൻട്രൻസ് കടന്ന് ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പതിപോലെ ആദ്യം തന്നെ ചെയ്യുക ലോഞ്ചിൽ കയറി ഫുഡ് അടിക്കുകയാണ്. അപ്പോൾ ഇത്തവണ ഡിന്നറാണ്. അതായത് നമ്മുടെ ചെന്നൈക്കുള്ള ഫ്ലൈറ്റ് 7:30 മണിക്കെന്ന് പറഞ്ഞിരുന്നത്, പക്ഷെ അത് ലേറ്റായിട്ട് 8:15 ആയി വരാനായിട്ട്. ഇൻഡിഗോ അങ്ങനെ ലേറ്റ് ആവാറില്ല. അപ്പോൾ എയർപോർട്ടിലെ ലോഞ്ചിലിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ സൈഡിൽ കാണുന്ന ദൃശ്യങ്ങളായി കാണുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഫ്ലൈറ്റുകൾ ഇങ്ങനെ കാണാം. ഇത് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് അല്ല കേട്ടോ, ഇത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ അടിച്ച് നമ്മൾ ഡൊമസ്റ്റിക് ടെർമിനലിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെ KFC ഉണ്ട്, അതുപോലെ വേറെ കുറേ റെസ്റ്റോറൻറ്റുകൾ നമുക്കിങ്ങനെ കാണാം. അവിടെ ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കഴിക്കാം, പക്ഷേ സൂക്ഷിച്ച് വേണം, പോക്കറ്റ് കരുതണം. നല്ല ചാർജാണ്, ദോശയ്ക്കൊക്കെ 400 രൂപയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെന്നൈ ഫ്ലൈറ്റ് വന്നു, ഇൻഡിഗോ ഫ്ലൈറ്റ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കയറുകയാണ്. ചെന്നൈയിൽ കയറിയിട്ട് നമ്മുടെ ഇത്തവണത്തെ യാത്ര ശ്രീലങ്കയിലേക്കാണ് കേട്ടോ. ശ്രീലങ്കയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാം, 1.5 മണിക്കൂർ സമയം എടുക്കുള്ളൂ. പക്ഷെ നമുക്ക് അതിന് റേറ്റ് വളരെ കൂടുതലായതുകൊണ്ട് ചെന്നൈ വഴി പോകാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം നമ്മൾ കൊച്ചിയിൽ നിന്ന് ചെന്നൈക്ക് കയറുകയാണ്. ചെന്നൈയിൽ ചെന്നിട്ട് ചെന്നൈയിൽ നിന്ന് ശ്രീലങ്ക ഫ്ലൈറ്റ് എടുക്കുകയാണ് ചെയ്തത്. രണ്ടും ഇൻഡിഗോ ഫ്ലൈറ്റാണ്. അപ്പോൾ ചെന്നൈയിൽ നമ്മൾ അവിടെ ട്രാൻസ്ഫർ ബസ്സിൽ കയറി, അത് കഴിഞ്ഞ് അതിൽ കയറി അവിടെ ചെന്നു. ഇതിപ്പോൾ ചെന്നൈയിൽ എത്തിയിട്ടോ. ചെന്നൈയിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ടെർമിനൽ 1 നിന്ന് ഇൻ്റർനാഷണൽ ടെർമിനൽ 2ലേക്ക് മാറണം. അങ്ങനെ പോകുന്ന സ്ഥലമാണ് കാണുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഹാൻഡ് ക്യാരി മാത്രമേ എടുത്തിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയൊരു ഗുണം, ഇതുപോലെ ലഗേജ് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നില്ല. ഓരോരുത്തർക്കും 7 കിലോ വരെ അലൗഡാണല്ലോ. നമ്മളിപ്പോൾ എങ്ങനെ കുത്തി നിറച്ചാലും ഒരു 4 ദിവസത്തെ 5 ദിവസത്തെ ട്രിപ്പിന് ഒരു 5.5-6 കിലോ മതിയാവും ഒരാൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാൻഡ് ക്യാരി മാത്രം മതി. ഹാൻഡ് ക്യാരി മാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ഫ്ലൈറ്റിലേക്ക്, ശ്രീലങ്ക ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് ടെർമിനൽ 2 ചെന്നൈയിൽ നിന്ന് കയറുകയാണ്. അവരുടെ ട്രാൻസ്ഫർ ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോഞ്ചിൽ കയറിയപ്പോൾ അവിടെ നിന്ന് ഒരു ഫ്രൂട്ടി എടുത്തിരുന്നു, അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. ഈ ഫ്ലൈറ്റാണ് നമുക്ക് ശ്രീലങ്കയ്ക്ക് പോകാനുള്ള ചെന്നൈ ശ്രീലങ്ക കൊളംബോ ഫ്ലൈറ്റാണത്, ന്യൂ ഫ്ലൈറ്റാണ്. അപ്പോൾ അതിലേക്ക് ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു അസൗകര്യമുണ്ട്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെങ്കിൽ കൊച്ചിയിൽ നിന്ന് നേരെ ശ്രീലങ്കൻ എയർവേസിൻ്റെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ നേരെ കൊളംബോയിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. പക്ഷേ റേറ്റ് ചിലപ്പോൾ അല്പം കൂടും. ഇതാകുമ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ട്, പക്ഷേ ഇച്ചിരി ലേ ഓവറൊക്കെ വരും. നമ്മൾ 7:30 ചെന്നൈ ഫ്ലൈറ്റിൻ്റെ ടൈം. എന്നിട്ട് കണക്ഷൻ ഫ്ലൈറ്റ് ചെന്നൈയിൽ നിന്ന് 1:30 മണിക്കാണ് കൊളംബോയിലേക്കുള്ള ഫ്ലൈറ്റ്. അത് കറക്റ്റ് 1:30 തന്നെ എടുത്തു. അപ്പോൾ അത് സമയത്ത് എത്തി, നമ്മളവിടെ കയറി ഇതാ കിടക്കുകയാണ്. നമ്മളതിലേക്ക് കയറുന്നു. ഇൻഡിഗോ ഫ്ലൈറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, കൊളംബോ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കറക്റ്റ് 1 മണിക്കൂറുള്ളൂ. അപ്പോൾ യാത്രക്കിടയിൽ ഇങ്ങനെ ഇരിക്കുമ്പം അടുത്തിരുന്ന ഒരു സുഹൃത്തിൻ്റെ ക്യാപ്പ് ഒന്ന് വെച്ച് നോക്കി, അതെങ്ങനെയുണ്ട് കാണാൻ സ്റ്റൈലായിട്ടില്ലേ. അങ്ങനെ നമ്മൾ ശ്രീലങ്ക എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ടോ. കൊളംബോ എയർപോർട്ടിൽ അവിടെ നമുക്ക് വിസ അടിക്കണം. വിസ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ അത് നമുക്ക് ഓൺലൈനായിട്ട് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ശ്രീലങ്കയിലത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. അവിടെ പല ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുണ്ട്, പലയിടത്തും ചെറിയ റേറ്റുകളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഷോപ്പുകളിൽ കയറി നോക്കി വില നോക്കി മാറ്റി വാങ്ങിക്കാവുന്നതാണ് വിലയ്ക്കനുസരിച്ച്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ എയർപോർട്ടുകളിലും ആകാവുന്നതാണ്. അവിടുത്തെ ലോക്കൽ മ്യൂസിക്, അതൊക്കെ എൻ്റർടൈൻമെൻറ്റൊക്കെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആൾക്കാരെ ആകർഷിക്കാനായിട്ടുള്ള ഓരോ വഴികളാണ്. അതുപോലെ അവിടുത്തെ ലോക്കൽ കോസ്റ്റ്യൂം ധരിച്ച ലേഡീസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ല മനോഹരമാണ്. അതുപോലെ എല്ലാ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും. ശ്രീലങ്ക നമ്മൾ വിചാരിക്കും വളരെ ദരിദ്ര രാഷ്ട്രമാണ്, പക്ഷേ ഇങ്ങനെയുള്ള ചില സംഗതികൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളെക്കാളും വളരെ മികച്ചതാണ്. വലിയ എയർപോർട്ടാണ്, വിശാലമായ എയർപോർട്ടാണ്. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യാവുന്ന, നമുക്ക് അവിടെ കറൻസി മാറ്റി LKR എടുക്കണം. അതുപോലെ അവിടുത്തെ ഒരു ലോക്കൽ സിമ്മ് വാങ്ങിക്കാം, അതാവശ്യം വരും. പിന്നെ ഞങ്ങളുടെ ഇത്തവണത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കാൻഡി ടു എല്ലാ ട്രെയിൻ യാത്രയാണ് മെയിൻ പരിപാടി. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളെ കാണണം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ കാൻഡിയിലേക്ക് ഒരു ടാക്സി വിളിച്ച് പോന്നു. ടാക്സി 2:30 അവിടെ ഫ്ലൈറ്റ് എത്തി. നമ്മൾ 3-3:15 കൂടെ ഇറങ്ങി. അവിടെ നിന്ന് 2 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ കാൻഡി റെയിൽവേ സ്റ്റേഷനിലെത്തി. കാൻഡി റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അന്ന് നമ്മൾ ചെന്നിറങ്ങിയ ദിവസം ഒരു ഹോളിഡേ ആയിരുന്നു, അവിടെ ന്യൂ ഇയർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഷോപ്പുകളൊക്കെ ഒരുവിധം ക്ലോസ്ഡ് ആണ്. പിന്നെ നമ്മൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ടും അധികം ഷോപ്പുകളും തുറന്നിരുന്നില്ല. ഇത് എല്ലാ ഒഡീസി ട്രെയിൻ, ഈ ഒഡീസി ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വന്ദേ ഭാരത് പോലെ കുറച്ചും കൂടി പ്രീമിയം ക്വാളിറ്റി ട്രെയിനാണ്. ഈ ട്രെയിനിലാണ് അവിടുന്ന് കാൻഡി ടു എല്ലാ യാത്ര വരുന്നത്. അത് ഏകദേശം ഒരു 7-8 മണിക്കൂർ സമയം ട്രെയിനിലിരിക്കണം. ആ ട്രെയിൻ ജേർണി ഒരു അത്ഭുതം തന്നെയാണെന്ന് പറയാം. നമുക്ക് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ, പ്രകൃതി നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ യാത്ര വളരെയധികം സന്തോഷകരമാവും, ആനന്ദകരമാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രീലങ്കയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ യാത്ര ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതവിടെ ഓസ്ട്രിയയിൽ നിന്ന് വന്നിട്ടുള്ള 2 ലേഡീസ്, അവരുടെ അനുഭവങ്ങളും ഒക്കെ പറയുകയാണ്, അവരുടെ ട്രിപ്പിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ പറയുകയാണ്.
and then we will go to Mirissa and Villigama and stay there for 4 days, and then travel back to Colombo and fly back to Austria. ഓസ്ട്രിയയിൽ നിന്ന് വന്നിട്ട് ഒരു 4 days പ്രോഗ്രാമാണ് ഇവിടെ. 2 ദിവസം എല്ലയിലും അതുപോലെ 2 ദിവസം മിറസയിലൊക്കെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാൻഡി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രാത്രി ഉറക്കമൊന്നും ശരിയായിട്ടില്ലാത്തതുകൊണ്ട് സ്വീറ്റും സാൻഡിയും റീനിയും കൂടെ അവിടെ ഇരുന്ന് മയങ്ങുന്നുണ്ട്. ഇത് വേറൊരു ജർമ്മൻ ലേഡീസ് 2 പേര്, അവരും ഇതുപോലെ എല്ലയിലേക്ക് വരികയാണ്. നമ്മൾ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ അതിൽ മൊത്തം യൂറോപ്യൻസ് ആയിരുന്നു. ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ജപ്പാനീസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യൻസിനെ ആരെയും കണ്ടില്ല. ഞങ്ങളൊരു ഫാമിലി മാത്രമേ ഇന്ത്യൻസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ട്രെയിനിൽ കയറുകയാണ്. ഈ ട്രെയിനാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ അതിൽ സെക്കൻഡ് ക്ലാസ് റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റ്. നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് തന്നെ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിരുന്നു. അതുകൊണ്ട് വളരെ സൗകര്യപ്രദമായി. റിസർവേഷൻ വേണമെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കണം. അതല്ലെങ്കിൽ അൺറിസർവ്ഡ് ടിക്കറ്റ് അവിടെ ട്രെയിൻ പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ എടുക്കാവുന്നതാണ്. ഈ ട്രെയിനിനകത്തെ സൗകര്യങ്ങൾ കണ്ടു. ഇതിൽ മുഴുവൻ യൂറോപ്യൻസാണ്. അതിനകത്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു കൊച്ചു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ. നമുക്ക് ഇതുപോലെ സംഗതികൾ വാങ്ങിക്കാം. പക്ഷേ ഭയങ്കര കോസ്റ്റാണ്, ഭയങ്കര റേറ്റ് വളരെ ഡിഫറൻസ് ഉണ്ട്. ആ കപ്പിള് അവർ പോകുന്ന റൂട്ടും അവർ 2-3 മാസമായിട്ട് യാത്രയിലാണ്. അവരെന്തൊക്കെയാണ് പറയണത് നോക്കാം. ഇവർ ജർമ്മനിയിൽ നിന്നുള്ള 2 ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ രണ്ടാളും കൂടി മാസങ്ങളായിട്ട് യാത്രകളാണ്. അപ്പോൾ എല്ലയിലേക്കുള്ള റെയിൽവേ ട്രാക്കാണ് ഈ കാണുന്നത്. ട്രെയിനിന് നമുക്ക് നമ്മുടെ നാട്ടിൽ അതേ കേരളം തന്നെയാണോ എന്ന് സംശയം തോന്നും. അതുപോലെ തന്നെയാണ് റെയിൽവേ ട്രാക്കും അതിൻ്റെ സൈഡ് ഇരുവശങ്ങളും ഒക്കെ അതുപോലെ തന്നെ പഴയ കെട്ടിടങ്ങൾ. ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഈ കെട്ടിടങ്ങളും റെയിൽവേ സ്റ്റേഷനും റെയിൽവേ ട്രാക്കും എല്ലാം തന്നെ. അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. ചുരുക്കി പറയുകയാണെങ്കിൽ കേരളം ഒരു 10-20 വർഷം മുൻപുണ്ടായിരുന്ന അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റേതായ ബ്യൂട്ടിയുമുണ്ട്, അതിൻ്റേതായ കുറവുകളുമുണ്ട്. ഓക്കെ, അപ്പോൾ റോഡുകൾ പക്ഷേ വളരെ സൂപ്പർ ക്ലീനാണ്, നീറ്റ് റോഡാണ്. അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയാം. നമുക്ക് ഈ ശ്രീലങ്ക ട്രിപ്പിനെ പറ്റിയാണ് ഈ വീഡിയോകളിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ദൈർഘ്യം കൂടുകയാണെങ്കിൽ 2-3 വീഡിയോകളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര പുറപ്പെട്ടു. അപ്പോൾ അതിനിടയ്ക്ക് ആദ്യമൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൻപുറം പോലെ തോന്നും. അതിൻ്റേതായ എല്ലാ വൃത്തികേടുകളും ഒക്കെ ഉണ്ട്. പിന്നെ പതുക്കെ കുന്നിൻ ചെരുവുകളിലേക്ക് കയറി തുടങ്ങി. അപ്പോഴാണ് ആ മനോഹാരിത വ്യക്തമാവുന്നത്. അതായത് മേലെ നല്ല നീലാകാശം, കാർമേഘം കൂടിയുള്ള നീലാകാശം, അതുപോലെ താഴെ നല്ല പച്ചപ്പ്. ഇത് ഇനിയും യാത്ര മുന്നോട്ട് പോകുമ്പം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. ടീ എസ്റ്റേറ്റുകളും വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഈ എല്ലാ ട്രെയിൻ യാത്ര വളരെ കാൻഡി ടു എല്ലാ ട്രെയിൻ യാത്ര ഒരുപാട് ശ്രീലങ്കയിൽ പോകുന്നവരാരും മിസ് ചെയ്യരുത്. അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ്, ഒരുപാട് റെക്കമെൻഡേഷൻസ് കാണാം. ഏറെക്കുറെ സ്വിറ്റ്സർലൻഡിലൊക്കെ ഉള്ള പോലത്തെ ഒരു യാത്രയാണ്. ഈ യാത്ര എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവിടുന്ന് കാൻഡി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6:45 പുറപ്പെടുന്ന ഒരു ട്രെയിനുണ്ട്. പിന്നെ അടുത്ത ട്രെയിൻ 9:45. അപ്പോൾ ഈ ആദ്യത്തെ ട്രെയിനിൽ പോകാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്കൊരു തെറ്റ് പറ്റിയത് എയർപോർട്ടിൽ നിന്ന് കാൻഡിയിലേക്ക് എത്ര സമയം എടുക്കുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ 2ാമത്തെ ട്രെയിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെയിൽ ഉദിക്കുമ്പോൾ നമുക്ക് കാഴ്ചകൾ അത്ര മനോഹരമായിരിക്കണമെന്നില്ല. നേരെ മറിച്ച് ഫസ്റ്റ് ട്രെയിനിൽ പുറപ്പെടുകയാണെങ്കിൽ നമുക്ക് ആ സൺറൈസൊക്കെ കാണാനായിട്ട് സാധിക്കും. കുറച്ചും കൂടി മിസ്റ്റും ഫോഗും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കുറച്ചും കൂടെ മനോഹാരിത ഉണ്ടായേനെ രാവിലത്തെ ഫസ്റ്റ് ട്രെയിനിൽ പോരുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ ഈ കാൻഡിയിലേക്കുള്ള യാത്ര, എയർപോർട്ടിൽ നിന്ന് കൊളംബോ എയർപോർട്ടിൽ നിന്ന് കാൻഡി വരെയുള്ള യാത്ര എത്ര സമയമെടുക്കുമെന്ന് വ്യക്തമല്ലാതിരുന്നുകൊണ്ടും, അതുപോലെ നമുക്ക് എയർപോർട്ടിൽ എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ടാവും, എത്ര ഡിലേ ഉണ്ടാവും എന്ന് അറിയാതിരുന്നുകൊണ്ട് നമ്മൾ സെക്കൻഡ് ട്രെയിൻ ബുക്ക് ചെയ്തു. അപ്പോൾ 2ാമത്തെ ട്രെയിനിൽ 9:45 ട്രെയിനാണ് നമ്മൾ പുറപ്പെട്ടത്. അപ്പോൾ അത്രയും സമയം നമ്മൾ ഏകദേശം 5 മണി 5:30 കാൻഡി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെങ്കിലും ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂറോളം കഷ്ടി കാൻഡി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വെയിറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അവിടെ കൂടുതൽ ഭക്ഷണമൊന്നും കിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്തെങ്കിലും സ്നാക്സ്, ബ്രെഡും സാൻഡ്വിച്ചൊക്കെ അവിടെ കിട്ടും, കോഫി കിട്ടും. അത് കഴിച്ച് അങ്ങനെ റെസ്റ്റ് ചെയ്തു. അങ്ങനെ ട്രെയിനിൽ കയറി അങ്ങനെ യാത്ര തിരിക്കുകയാണ്. ഈ ട്രെയിൻ യാത്ര ഏകദേശം ഒരു 7-8 മണിക്കൂർ സമയമെടുക്കും. ഇതിനിടയ്ക്ക് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാം. വളരെ സീനിക് ബ്യൂട്ടിയാണ്. നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമാവും ഈ യാത്ര. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്വിറ്റ്സർലൻഡിലൊക്കെ പോയി യാത്ര ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ അടുത്തുള്ള രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് പോയിട്ട് കണ്ടുവരാവുന്നതാണ്. ഇതിൽ പല സ്ഥലങ്ങളും നമുക്ക് നമ്മുടെ നാടുമായിട്ട് സാമ്യം തോന്നും. കൊടൈക്കനാലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതേ സീന് കാണാം. കൊടൈക്കനാലും ഊട്ടിയൊക്കെ ഇതുപോലെ തോന്നാം. പക്ഷേ അതിനേക്കാളും മനോഹരമാണ് ഇവിടം.
പല സ്റ്റേഷനുകളോടും ചേർന്ന് ഇതുപോലെ അവിടുത്തെ ലോക്കൽ റോഡുകളും സ്ഥലങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അവിടെ ഈ ഓട്ടോറിക്ഷ ഉണ്ട്, അതെല്ലാ സ്ഥലത്തും കാണാം. ഓട്ടോയ്ക്ക് അവിടെ ടുക് ടുക് എന്നാണ് അവർ വിളിക്കുന്നത്. ടുക് ടുക് അതിപ്പോൾ തായ്ലാൻഡിൽ ചെന്നപ്പോഴും വിയറ്റ്നാമിൽ ചെന്നപ്പോഴും ടുക് ടുക് തന്നെയാണ് വിളിക്കുന്നത്. ഓട്ടോറിക്ഷ നമ്മൾ നാട്ടിൽ മാത്രമേ വിളിക്കുന്നുള്ളൂ. സ്വീറ്റി അങ്ങനെ ട്രെയിനിൽ ഇരിക്കുന്ന സീനാണ് കാണുന്നത്. ഇടയ്ക്ക് ഓരോ റെയിൽവേ സ്റ്റേഷനുകളിൽ നിർത്തും. പിന്നെ ഇതുപോലെ ടണലുകളുണ്ട്. 10-80ഓളം ടണലുകൾ കടന്നു വേണം നമുക്ക് എല്ലയിലേക്ക് എത്താൻ, ക്യാൻറ്റീന്ന് എല്ലയിലേക്ക് എത്താനായിട്ട്. പോകുന്ന വഴിക്കുള്ള ഇരു സൈഡിലുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വളരെ മനോഹരമാണ്. വീണ്ടും വീണ്ടും എത്ര പറഞ്ഞാലും മതിയാവില്ല, അത് കണ്ടു തന്നെ ആസ്വദിക്കണം. ഈ വോയിസ് ഓവർ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീണ്ടും വീണ്ടും പോകാനായിട്ട് തോന്നുകയാണ് ഈ സ്ഥലം കാണുമ്പോൾ. അത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇത്തരം സ്ഥലങ്ങൾ നമുക്കും ഉണ്ട്, കേരളത്തിലുണ്ട്. നമ്മളത് ടൂറിസത്തിനായിട്ട് ഇനിയും വിനിയോഗിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ശ്രീലങ്ക തീർച്ചയായിട്ടും ഒരു ടൂറിസം ആണ് അവരുടെ മെയിൻ ഇൻകം എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടതായ സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ മേഖലയിൽ ഒരുപാട് വളർച്ച ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ അവിടെ ജെം സ്റ്റോൺസ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തേയില എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അവരുടെ പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ. തേയിലയും ജെം സ്റ്റോണും ടൂറിസവും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ശ്രീലങ്കയിൽ പോയിട്ടുള്ള എല്ലാവരും ഒരു പക്ഷേ ഈ യാത്ര നടത്തിയിട്ടുണ്ടാവും. ഇനി നടത്തിയിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൊളംബോ എയർപോർട്ടിൽ ചെന്നിറങ്ങുക, അവിടെ നിന്ന് നേരെ കാൻഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ടാക്സി എടുക്കുക. അവിടെ നിന്ന് കാൻഡിയിൽ നിന്ന് എല്ലയിലേക്ക് ട്രെയിൻ പോയിന്റ്. അത് ലാസ്റ്റ് പോയിൻ്റാണ് എല്ലാ സ്റ്റേഷൻ. 8 മണിക്കൂർ സമയം യാത്രയുണ്ട്. അപ്പോൾ ലഞ്ചൊക്കെ നമുക്ക് ട്രെയിനിനകത്ത് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പോകുന്ന ഇതിനിടയ്ക്ക് ഇതുപോലെ നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് ഓരോ പോയിന്റിൽ 2-3 മിനിറ്റ് സമയം നമുക്ക് നിർത്തിയിട്ട് തരും. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ 5-10 മിനിറ്റ് സമയം നിർത്തിയിടാറുണ്ട്. ഫോട്ടോ പോയിന്റുകളിൽ നമുക്ക് നിർത്തിയിടാം. ട്രെയിൻ ഇറങ്ങി അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഫോട്ടോഷൂട്ടിന് സമയമുണ്ട്. കൂടെയുള്ളത് മുഴുവൻ ഒട്ടുമിക്കതും 90% ജർമ്മൻസും ഫ്രാൻസും അതുപോലെ ഓസ്ട്രിയ, ഇറ്റലി ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് വന്നിട്ടുള്ളത് നമ്മുടെ വണ്ടിയിൽ മുഴുവൻ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എക്സ്പെൻസീവാണ് സംഗതികളെല്ലാം. അവർ യൂറോ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവർക്കിത് വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഇന്ത്യൻ മണി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഏറെക്കുറെ ഈക്വലൻ്റാണ്. നമുക്ക് നമ്മുടെ 1 രൂപ കൊടുത്താൽ ശ്രീലങ്കൻ മണി ഏകദേശം 3 രൂപ 48 പൈസ കിട്ടുമായിരുന്നു ഞാൻ പോയ സമയത്ത്. അത് ചെറിയ ഫ്ലക്ച്വേഷൻസൊക്കെ വരുമായിരിക്കാം. പക്ഷേ 3 രൂപ 48 പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മൾ കൊടുക്കുന്ന അതേ മൂല്യം തന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങണമെങ്കിൽ അവിടെ $100 മുതൽ 100 ലങ്കൻ LKR, അതായത് ലങ്കൻ കറൻസി മുതൽ 300 ലങ്കൻ കറൻസി വരെ കൊടുക്കേണ്ടി വരും ഒരു ബോട്ടിൽ 1 ലിറ്റർ വെള്ളം കിട്ടാനായിട്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ നമ്മുടെ അവിടുത്തെ അതേ ചാർജ് തന്നെയായി. ഇത് പോകുന്ന വഴിക്കുള്ള പല വാട്ടർഫോൾസുകൾ കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് ഏപ്രിൽ മെയ് മാസത്തിൽ പോയതുകൊണ്ട് വാട്ടർഫോൾസിൽ വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വളരെ കുറവാണ്. പക്ഷേ വെള്ളമുള്ള സമയത്താണെങ്കിൽ അത് കാണാൻ വളരെ മനോഹരമായിരിക്കും. ഓരോരോ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ പല സ്ഥലങ്ങളും കാണുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ എവിടെയോ കണ്ടു മറന്നുപോയ പോലത്തെ ഒരു സാധനം തോന്നും. പക്ഷെ അവിടുത്തെ ആ സ്കൈൻ്റെ പ്രത്യേകത, ആ ലൈറ്റിൻ്റെ പ്രത്യേകത ഒക്കെയാണ് വളരെയധികം മനോഹരമാക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അത് എന്തുമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ ക്യാമറ ക്വാളിറ്റിയും അതിനെ ബാധിക്കുന്നു. ഭണ്ഡാരവേല സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ നിർത്തിയിട്ടിരിക്കുന്നത്. ഭണ്ഡാരവേല അവിടുത്തെ ഒരു മെയിൻ സ്റ്റേഷനാണ്, മെയിൻ സ്ഥലമാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ റോഡ് മാർഗം വരുമ്പോൾ ഭണ്ഡാരവേല വഴിയാണ് വന്നിരുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ആ സ്ഥലം കാണിക്കാം. ഭണ്ഡാരവേല സ്റ്റേഷൻ ഒരു മെയിൻ സ്റ്റേഷനാണ്. അവിടെ അല്പസമയം പാർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്ന് നമുക്ക് ലഞ്ചൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ മാതിരി തന്നെ അങ്ങനെ നമ്മൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലെത്തി എല്ലയിൽ ഇറങ്ങി പുറത്ത് ചാടുകയാണ് പതുക്കെ. നമുക്ക് ഇത്തവണ ഹാൻഡ് ക്യാരി ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ, 7 കിലോ ഫ്ലൈറ്റിൽ അലൗഡാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഒരു 5-5.5 കിലോ ഭാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ലഗേജ് കാത്തു നിൽക്കേണ്ടി വന്നില്ല എയർപോർട്ടിൽ. അതുപോലെ അവരവരുടെ സംഗതികളെടുത്ത് നടക്കുക. അതുകൊണ്ട് സമയം ലാഭിക്കാനായിട്ട് സാധിച്ചു. ഇത് എല്ലാ റെയിൽവേ സ്റ്റേഷനിലുള്ള ചില ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങി സ്റ്റേഷനിൽ വെച്ച് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഉദ്ദേശ റെസ്റ്റില്ല എന്ന് പറഞ്ഞ വാട്ടർഫോൾ റോഡിലുള്ള ഒരു ഹോം സ്റ്റേ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. അങ്ങോട്ട് പോകലാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ അതിനായിട്ടുള്ള ക്യാബ് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു ടുക്ക് എടുത്തിട്ടാണ് പോയത്. അങ്ങോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ വരും വീഡിയോകളിൽ എല്ലയിലുണ്ടായ വിശേഷങ്ങൾ എല്ലാം കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ തുടർഭാഗങ്ങൾ കാണാം. നിർത്തട്ടെ.